ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചോക്ലേറ്റ് കേക്കാണ്. അതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട്, വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണ്. നമുക്കിതിനെ വേണമെങ്കിൽ ലോക്ക്ഡൗൺ ചോക്ലേറ്റ് കേക്ക് എന്ന് വിളിക്കാം. കേക്കിൻ്റെ വലിയ പ്രൊസീജിയറൊന്നും ഇല്ലാതെ തന്നെ, ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഒറിയോ, ബോർബൺ പോലത്തെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ 10 രൂപയുടെ 4 കവർ പാക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം 300 ഗ്രാം വരും. ആ ഒരു അളവാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്തിട്ട് ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. 1 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. പാലൊഴിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിക്കുക. ആദ്യം ഒരു 1/2 കപ്പ് പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ബാക്കി പാലൊഴിക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണുള്ളത്. നമുക്ക് ബാക്കിയുള്ള പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ പാലിൻ്റെ കട്ടി അനുസരിച്ചും ഈ പാലിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏകദേശം 1 മുതൽ 1.25 കപ്പ് വരെ മാക്സിമം മതിയാവും. അപ്പോൾ നമ്മൾ 300 ഗ്രാമാണ് ഈ പൊടിച്ച ബിസ്ക്കറ്റ് ഉള്ളത്. അപ്പോൾ അതിന് 1 മുതൽ 1.25 കപ്പ് വരെയാണ് മാക്സിമം പാലിൻ്റെ അളവ് വേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈനോയുടെ ഫ്രൂട്ട് സോൾട്ടാണ്. 8 രൂപയുടെ ഒരു സാഷയാണിത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാം. അപ്പോൾ ഈനോ തന്നെ ചേർക്കണം എന്നില്ല, ബേക്കിംഗ് പൗഡറും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. അപ്പോൾ കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പാലൊഴിച്ചിരിക്കുകയാണ്. പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളിങ്ങനെ കേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ കേക്ക് ബാറ്റർ ഒത്തിരി അങ്ങ് ലൂസായി പോരുത്, എങ്കിൽ നമ്മുടെ കേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. അധികം ലൂസും ആവണ്ട, എന്നാൽ വലിയ കട്ടിയും വേണ്ട. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് എടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു കേക്കാണിത്. നമുക്കിതൊരു കുക്കറിലോ അല്ലെങ്കിൽ ഒരു സോസ് പാനിലോ ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് പ്രീ ഹീറ്റ് ചെയ്യണം. ചൂടായ ദോശക്കല്ലിൻ്റെ പുറത്ത് വേണം നമ്മുടെ സോസ് പാൻ വയ്ക്കാനായിട്ട്. എന്നിട്ട് സോസ് പാൻ മൂടി വെച്ച് കൊടുക്കണം. ഇനി ഇതൊരു 25-30 മിനിറ്റ് നേരത്തേക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 25 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് തുറന്ന് നോക്കാം. അതിനു മുമ്പ് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കരുത്. എന്നിട്ട് ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നമ്മളിതൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 30 മിനിറ്റ് സമയമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 10 മിനിറ്റ് നേരം തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് നമ്മളിത് കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഡയറി മിൽക്കോ അല്ലെങ്കിൽ അതുപോലത്തെ ചോക്ലേറ്റ് ഇല്ലേ, അത് മെൽറ്റ് ചെയ്തെടുത്തും നമുക്കിതുപോലെ ചോക്ലേറ്റ് ഗണേഷ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇല്ലേ, അതും ഇതിൻ്റെ പുറത്തൊഴിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പുറത്തൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതിയാവും. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇതില്ലെങ്കിൽ തന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടും ഇത് കഴിക്കാവുന്നതാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം.
ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിലൊന്ന് വെക്കുക. അപ്പോൾ ഈ ചോക്ലേറ്റൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ വെറും 4 പാക്കറ്റ് ബിസ്ക്കറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ബിസ്ക്കറ്റും പാലും കൊണ്ട് മാത്രം ചെയ്തെടുക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കേക്കാണ്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ വലിയ പ്രൊസീജിയറും കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട. അപ്പോൾ മൈദയും ബട്ടറും മുട്ടയും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ ഈ കേക്ക് റെഡിയാക്കാൻ നമ്മൾ അവൻ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് കുക്കറിലോ നമ്മുടെ വീട്ടിലുള്ള സോസ് പാനിലോ ചെയ്യാവുന്ന ഒരു കേക്കാണിത്. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ സേഫ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.